ഹലോ ആൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൺസ്റ്റിച്ച് ലിനൻ കളക്ഷൻ ആട്ടോ. പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ലിനൻ ആട്ടോ. കോട്ടൺ മിക്സ് ആയിട്ടുള്ള ലിനൻ ആണ്. അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ലിനൻ ആണ്. 2300 പ്രൈസ് റേഞ്ച് വരുന്ന ലിനൻ ആട്ടോ. നല്ല സോഫ്റ്റ് ആണ്. നമുക്കൊരു മൾ കോട്ടൻ്റെ ഒക്കെ ഫീൽ ഉണ്ടാവില്ല, അത്ര തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ലിനൻ ആണ്. കംപ്ലീറ്റ്ലി ഹാൻഡ് ത്രെഡ് വർക്ക് ചെയ്ത ഡിസൈൻ ആട്ടോ. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഒറ്റൊരു പാറ്റേൺ ആണ്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊരു എന്താണ് ഡാർക്ക് ഒരു സാൻഡിൽ കളറാട്ടോ. ഡാർക്ക് സാൻഡിൽ കളറാണ്. കംപ്ലീറ്റ് ഹാൻഡ് ത്രെഡ് വർക്ക് ആട്ടോ. നല്ല രസമുണ്ട്. നെക്കും പിന്നെ ത്രൂ ഔട്ട് ബോഡിയും ചെറിയ ചെറിയ ത്രെഡ് വർക്കിനെ കൊണ്ടുള്ളൊരു ബുട്ട ഫ്ലോറലുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവുക. ടോപ്പ് ലിനൻ കോട്ടൺ ആണ്. ഫാബ്രിക് വരിക. ദുപ്പട്ട അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ടയും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ബോർഡറൊക്കെ ഉണ്ട്. ഒരു സിൽവർ സരി ബോർഡറും പിന്നെ ത്രൂ ഔട്ട് ദുപ്പട്ട ഇതുപോലെ ഫ്ലോറൽസും അതിൻ്റെ മേലെ ഒരു കാത്ത വർക്കൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതുപോലെ സിൽവർ സരി ബോർഡർ പിന്നെ ത്രൂ ഔട്ട് ഫ്ലോറൽ പ്രിൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഇതുപോലെ കാത്ത സ്റ്റിച്ച് വർക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല എന്താണ് പാർട്ടി വെയർ ഓപ്ഷൻ കേട്ടോ. കോട്ടൺ ബോട്ടം 2300 കേട്ടോ. ഫസ്റ്റ് കളർ ഡാർക്ക് സാൻഡിൽ കളർ, ഒരു യെല്ലോയിഷ് ടിൻ്റുള്ള സാൻഡിൽ ഷെയ്ഡാണ്. സെക്കൻഡ് ഷെയ്ഡ് ഗ്രീൻ. ഞാൻ ജസ്റ്റ് കളർ കാണിച്ചുകൊണ്ട് പോകാം കേട്ടോ, കാരണം ഡീറ്റെയിൽ കാണിക്കുന്നില്ല. സെയിം ആണ്, കളർ ചേഞ്ച് ആണ്. ഗ്രീൻ, അതിലേക്ക് നല്ല ലെങ്ത് വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ട, ഫ്ലോറൽ കോൺസെപ്റ്റ്, ഫ്ലോറലിൻ്റെ മേലെ കാത്ത സ്റ്റിച്ച് വർക്ക്, ഗ്രീൻ കോട്ടൺ ബോട്ടം. 2300 കേട്ടോ. 16 ഞാൻ വേറെ ചെയ്തതിനാണ്. ഫൈനൽ ഷെയ്ഡ് ഒരു ഡാർക്ക് പീച്ചാണ്. ഡസ്റ്റി ചാർട്ടിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് പീച്ച് ഷെയ്ഡ്. ഓക്കെ, ടോപ്പ് ഫ്ലവർ കോൺസെപ്റ്റ്, ദുപ്പട്ട വിത്ത് സിൽവർ സരി ബോർഡർ. താഴെ ഒരു ടസലും ഉണ്ട് കേട്ടോ. ദുപ്പട്ടൻ്റെ താഴെ നമുക്ക് സാരീസിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ടസലുണ്ട്. അത്യാവശ്യം നല്ല സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്താണ് സോഫ്റ്റ് ആൻഡ് എന്താണ് കംഫർട്ടബിൾ വെയർ ആയിട്ട് ചെയ്യുന്ന പാർട്ടി വെയർ ആണ്. 2300. ഓക്കെ, ഫൈനൽ പാറ്റേൺ ഞാൻ വേറെ തിരിക്കുന്നതാണ്. ഒരു കോട്ടൺ അനാക്കലിയാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട 3 പീസ് സെറ്റായിട്ട് വരും. പാനൽ കട്ട് വരുന്ന അനാക്കലി കേട്ടോ. മേലെ തന്നെ തുടരുന്ന പാനൽസ് ആണ്. വി നെക്ക് കോൺസെപ്റ്റ് ആണ്. മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരും. നിങ്ങൾ യൂഷ്വൽ സൈസ് ഓപ്റ്റ് ചെയ്താൽ മതി. 1699 കേട്ടോ. അതുപോലെ അനാക്കലി സിംഗിൾ ഷെയ്ഡാണ്. വി നെക്ക്, അതിലേക്കൊരു ഹാങ്ങിങ് ടസൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിന്നെ ഇവിടുന്ന് മേലെ നിന്ന് വരുന്ന പാനൽസാണ്. ഓക്കെ, കലീസ് താഴെ ഹെം കിറ്റില്ല. ബാക്ക് സൈഡ് ഓൾസോ ഫ്ലോറൽസ്. ടോപ്പ് ഫ്ലോറൽ കോൺസെപ്റ്റിൽ വന്ന ബോട്ടം, സ്ട്രെയിറ്റ് ബോട്ടം വിത്ത് കോട്ടണിൽ തന്നെ വന്ന ദുപ്പട്ട. ഇതൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് കേട്ടോ. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് കേട്ടോ. പിന്നെ ഡ്രൈ ക്ലീനിൻ്റെ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയതാട്ടോ. ഡ്രൈ ക്ലീൻ നമ്മൾ വാഷ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് ചില ക്ലോത്ത്സ് നിങ്ങൾക്ക് ഡ്രൈ ക്ലീൻ ആണോ അതില്ലെങ്കിൽ എന്താണ് നോർമൽ വാഷ് ആണോ എന്ന് അറിയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഡ്രൈ ക്ലീൻ പറ്റുള്ളൂ, ഇത് നോർമൽ വാഷ് പറ്റുമോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ മാത്രമേ പറ്റൂ. കാരണം ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ഡ്രസ്സസ് നോർമൽ വാഷ് ചെയ്താൽ അതെന്തായാലും അതിൻ്റെതായ ഡാമേജും കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അധികം വീഡിയോസിൽ ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്, പക്ഷേ സ്റ്റിൽ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ വാഷ് കെയർ അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് അറിയണം. ഓക്കെ, അത് നോർമൽ വാഷ് പറ്റുമോ ഡ്രൈ ക്ലീൻ തന്നെ വേണോ എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാം. ഡൗട്ടുള്ള കേസസിലുള്ള ഫാബ്രിക് ആണെങ്കിൽ. ഓക്കെ, ഇതൊക്കെ വാഷബിൾ ആണ്, കോട്ടൺസ് ആണ്. 1699 മീഡിയം ടു XXL ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം, നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. XXL ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ XXL കൊടുക്കും. ഓക്കെ.